വിനു ബ്രദർ, പ്ലീസ് ലോഡ്, പ്ലീസ് കം ഫോർവേഡ്. പരിശുദ്ധാത്മാവ് ദൈവദാസനിൽ കൂടി നൽകിയ ദൂത് നമ്മുടെ മുൻപിൽ ഷെയർ ചെയ്യും. ഒരു അഭിഷക്തനാണ്. സ്തോത്രം, പ്ലീസ് ലോഡ്. അവൻ വളരെ പ്രാർത്ഥനയോട് കൂടി ആയിരിക്കാം. പ്ലീസ് ലോഡ്. കർത്താവേ സ്തോത്രം. Praise the Lord. Praise the Lord. വളരെ സന്തോഷമുണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാനൊക്കെ ആയിട്ട്. കാരണം ഇവിടെ വരയ്ക്ക് നടന്നു വന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ പാസ്റ്ററോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. 10-20 വർഷത്തിന് മുമ്പ് പ്രസംഗിച്ചിട്ടുള്ളതാണ് ചർച്ചിലേക്കും. 20 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും വന്ന് വചനമെടുക്കാൻ കർത്താവ് കൃപ തരുന്നത്. ശരിക്കും പറഞ്ഞ ഒരു പാരലൈസ് ആയിട്ട് കിടക്കുന്ന ഒരു മനുഷ്യനെ പോലെയായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെല്ലാം. വലിയ വചനങ്ങളൊന്നുമില്ല. കാരണം ശുശ്രൂഷ ഉണ്ട്, ക്യാമ്പുകളിൽ പോയി സുവിശേഷം പറയും, അനേകരോട് സുവിശേഷം പറയും. പക്ഷേ സഭകളിലൊന്നും പ്രസംഗിച്ചിട്ടില്ല. ഒരു ബൈബിൾ കോളേജിൽ പോയി പഠിച്ചിട്ടുമില്ല. എനിക്ക് വലിയ കഴിവൊന്നുമില്ല. പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട്, ഇത്രയും ശക്തമായി നമ്മൾ ആരാധിക്കുമ്പോൾ ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്നാൽ ദൈവം വചനം തരും. പ്രൈസ് ദി ലോർഡ്. ഒരു മിനിറ്റ് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും ഒരു മിനിറ്റ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളെല്ലാവരും വിശ്വാസത്താൽ നമ്മളൊരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരുന്നപ്പോൾ വന്ന ഒരു ആലോചനയാണ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദൈവാത്മാവ് തന്നുകൊണ്ടിരിക്കുന്ന ഒരു ആലോചനയായിരുന്നു കർത്താവിൻ്റെ ദാസൻ ജോൺസൺ പാസ്റ്റർ കൂടി പറഞ്ഞത്. സ്തോത്രം. അനേകം സഭകൾ ഇവിടെയുണ്ട്. സ്തോത്രം. ഒരു വഴി തളർക്കാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. പൂക്കാൻ പോകുന്നു, ഫലം പുറപ്പെടുവിക്കാൻ പോകുന്നു. നമ്മുടെ സഭയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സഭയിൽ അത്ഭുതം നടക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. 2 ദേവദാസൻ പറഞ്ഞ പ്രകാരം നമ്മുടെ സഭയിൽ എണ്ണയുണ്ട്. അത് നമുക്ക് മാത്രമല്ല, അടുത്തുള്ള ഭവനങ്ങളിൽ നിന്ന് പാത്രങ്ങൾ മേടിച്ചു കൊണ്ടുപോവാ. പ്രൈസ് ദി ലോർഡ്. 7 എമിറേറ്റ്സിലും പാത്രങ്ങൾ വെക്കാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. അത്ഭുതം നടക്കാൻ പോവാ. ഇത് ദേവദാസൻ പറഞ്ഞതാണ്, 7 എമിറേറ്റ്സ്. പക്ഷെ അത് നടക്കാൻ പോവാ. നിങ്ങൾ സ്ഥലം കണ്ടുപിടിച്ചോ. പ്രൈസ് ദി ലോർഡ്. സ്ഥലം കണ്ടുപിടിച്ചോ. അവിടെ ദൈവം പ്രവർത്തിക്കാൻ പോവാ. ആരാണ് പാസ്റ്റർ? ഇനി 7 പാസ്റ്റർമാർ എവിടെ? എന്തൊക്കെയാ നമ്മൾ ഇതൊന്നും ചിന്തിക്കേണ്ട. ദൈവത്തിന്റെ പ്ലാനാണ്. പ്രൈസ് ദി ലോർഡ്. ഇതാ അടുത്ത തലമുറ നിൽക്കുന്നു, റെഡിയായി നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഉരുവാക്കാൻ പോവാ. സ്തോത്രം. നമ്മളൊക്കെ ഒരു അധ്യായം വായിക്കാൻ എത്ര സമയം എടുക്കും? നമ്മളൊരു മനപ്പാഠം പാടാൻ, നമുക്ക് വായിക്കാൻ ഒരു അധ്യായം മനപ്പാഠം പറയാൻ നമ്മൾ എത്ര സമയം എടുത്തിട്ടുണ്ട്? നമ്മൾ ഒരു വാക്യം മനപ്പാഠം പറയാൻ മനപ്പാഠം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അധ്യായങ്ങളെ മനപ്പാഠം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ശുശ്രൂഷ. കർത്താവിൻ്റെ വരെ താമസമാണെങ്കിൽ ഇവിടെ എഴുന്നേൽക്കാൻ പോവാ. നമുക്ക് ഒരു വാക്ക് നമുക്ക് വിശ്വാസത്തിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, ദേവദാസൻ പറഞ്ഞ പ്രകാരം 7 എമിറേറ്റ്സിലും ശുശ്രൂഷ ഇന്ന് തുടങ്ങാം. പ്രൈസ് ദി ലോർഡ്. ശരബലബാക്കനോ ദിരിബികിനോ ശന്തലബലബാക്കനോ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ, 7 എമിറേറ്റ്സിലും കർത്താവേ അത്ഭുതം നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ സഭകൾ തുടങ്ങിയതിനായി സ്തോത്രമപ്പാ. വിശ്വസിക്കുന്നു കർത്താവേ, 7 സഭകളും 7 എമിറേറ്റ്സിലും കർത്താവ് തുടങ്ങിയതിനായി സ്തോത്രമപ്പാ. താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. അതുപോലെ ജോൺസൺ പാസ്റ്റർക്കും കർത്താവ് വിടുതൽ അയച്ചനായി സ്തോത്രം. തിരുത്തിന്റെ മകൻ മടങ്ങിപ്പോകുമ്പോൾ സന്തോഷത്തോടെ മടങ്ങിപ്പോകാൻ കർത്താവ് ഒരുക്കനായി സ്തോത്രം. അല്പസമയം കൂടി ഞങ്ങൾ ഇരിക്കുന്നു കർത്താവേ. ദൈവകൃപയിൽ പുതിയ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് എല്ലാവർക്കും ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിശ്വാസത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഇരിക്കുമ്പോൾ, കഴിഞ്ഞ ആഴ്ച ഞാൻ അവിടെ അവിടെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ശരി ഇവിടെ ഇങ്ങനെയല്ല ഇരിക്കുന്നത്, ഈ ഭാഗം കുറച്ച് സ്ക്രാച്ച് ഇതെല്ലാം ആയിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു ചെറിയൊരു ബാനർ പോലെ നമുക്കിവിടെ വെക്കാം. വെച്ചിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് എടുത്തിട്ട് പോകാം. പിന്നെ അടുത്ത ആഴ്ച വരുമ്പോൾ വെക്കാം. അപ്പോൾ കാണുമ്പോൾ ഒരു ഭംഗിയായിരിക്കുമല്ലോ എന്ന് വെച്ചപ്പോൾ ഞാൻ അവിടെ നിന്ന് ചിന്തിച്ചു, ദൈവമേ ഇതെങ്ങനെ അളവ് എടുക്കണ്ടേ, അപ്പോൾ ഇവിടെ വന്ന് നോക്കണ്ടേന്ന് ഞാൻ ജസ്റ്റ് ചിന്തിച്ചതാ. ഇന്ന് തന്നെ ഇവിടെ കൊണ്ട് നിർത്തും ചെയ്തു. ഞാൻ പറയുന്നത് ചെറിയ വിഷയമായാലും ദൈവത്തിൻ്റെ കാര്യം അങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്.
അവിടെ നിന്ന് ഇവിടെ വന്ന് നോക്കണം ആഗ്രഹിച്ചപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ ഇവിടെ ഒത്തിരി പേര് ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇവിടേക്കൊന്ന് എത്തി നോക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി. ശരി, ഇന്ന് സുഖമായി കണ്ടോളാൻ പറഞ്ഞ ദൈവം എന്നെ ഇവിടെ നിർത്തിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശ്വാസത്തിൻ്റെ വാക്കുകൾ എനിക്ക് പറയാനുള്ളൂ. പ്രൈസ് ജീവിതത്തിൽ ദൈവം നടത്തിയ വിധങ്ങൾ മാത്രം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചതാണ്. ഇന്നലെ നമ്മൾ കേട്ട വചന ശ്രേഷ്ഠമായ മാർഗം, അത് ക്രിസ്തുവിൻ്റെ മാർഗമാണ്. അപ്പോൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എല്ലാം നിലനിൽക്കും. പക്ഷേ ഇന്നലെ ദേവദാസൻ അത് ശക്തമായി പറഞ്ഞു. എനിക്ക് ഏറ്റവും സന്തോഷം വചനം കേൾക്കാനാ. പ്രൈസ് ദി ലോർഡ്. വചനം കേൾക്കാൻ ഇത്രയും ഒരു കൊതിയുള്ള ഒരു മനുഷ്യൻ വേറെ ആരും ഉണ്ടാവില്ല. ഭയങ്കര ഇഷ്ടമാണ് ഏത് സമയത്തും. പക്ഷെ പ്രസംഗിക്കാൻ ഭയങ്കര സങ്കടം. പ്രസംഗിക്കാൻ എനിക്ക് അറിയില്ല ഏതായാലും. അതുകൊണ്ട് എനിക്ക് ഇന്ന് വലിയൊരു അതിശയം നടന്നു. കാരണം കാലത്ത് ഞാൻ മെസ്സേജ് നോക്കിയപ്പോൾ, വാട്സപ്പ് നോക്കിയപ്പോൾ 8:45 തോന്നുന്നു. ആ സമയത്ത് വാട്സപ്പ് നോക്കിയപ്പോൾ അതിൽ വിനുബർ എന്നൊരു ടെസ്റ്റിമണിയും പറയണം, ചെറിയൊരു വചനം ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാനൊരു സെക്കൻഡ് ധരിച്ചുപോയി. കാരണം വേറെ എന്ത് പറയുന്നു അറിയണില്ല. ഞാനൊരു മെസ്സേജ് അവസാനം തിരിച്ചു അയച്ചു, ഓക്കെ പാസ്റ്റർ എന്ന്. പിന്നെ ഞാൻ പതുക്കെ ഫേബ എടുത്ത് പോയി. ഫേബ, ഇന്ന് ഞാനാ ടെസ്റ്റിമണി പറയാൻ പോകുന്നത്, ചെറിയ വചനം ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുമുമ്പ് ഞാനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ ഈ പ്രസംഗിക്കാൻ വരുന്നതിന് മുമ്പ് ഈ ജോൺസൺ പാസ്റ്റർ ഒന്ന് പോയെങ്കിൽ നല്ലായിരുന്നു ഞാൻ ചിന്തിച്ചു. എന്തുകൊണ്ടാണെന്ന് അറിയാം, ദേവദാസനൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ എന്ത് പ്രസംഗിക്കാനാ? ഇവർക്ക് പാസ്റ്റർമാരല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു പാസ്റ്റർ പ്രസംഗം കഴിഞ്ഞാൽ പാസ്റ്റർ പോവും. അപ്പോൾ ഞാൻ സുഖമായിട്ട് എനിക്ക് ധൈര്യം, നമ്മുടെ കുടുംബമല്ലേ, ആരും കാണുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത കൂടെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഫേബയോട് പോയി പറഞ്ഞു, ഫേബ ഇന്ന് ഞാൻ ടെസ്റ്റിമണിയും ഇതും പറയണം. എൻ്റെ BP പോയി, പക്ഷെ ഫേബയ്ക്ക് BP കൂടി. അച്ഛാ എന്താ പറഞ്ഞേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ഓക്കേന്നോ? സഭയിലാ? ഞാൻ പറഞ്ഞു നമ്മുടെ സഭയല്ലേ. ദൈവദാസൻ പറഞ്ഞാൽ അനുസരിക്കുന്നത് നല്ലതല്ലേ. ഞാൻ അനുസരിച്ച്. സത്യം പറയാം നിങ്ങളുടെ അടുത്ത്, ഇത്ര നല്ല നല്ല അനുഗ്രഹമൊക്കെയാണ്, പ്രസംഗങ്ങളൊക്കെ ആയിരുന്നു. ഇത് കേട്ട് ഞാൻ സന്തോഷിച്ചു. ഞാൻ എന്ത് പറയണമെന്ന് എനിക്ക് പോലും അറിയില്ല. പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. എന്നോട് ഞാൻ മർത്തോമപ്പള്ളിയിലായിരുന്ന സമയത്ത് അവിടെ നിന്ന് ഞാൻ ഒരു കൂട്ടായ്മയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പ്രസംഗിക്കാനൊരു വാക്ക് എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടുത്തെ അങ്ങളോട് പറഞ്ഞു, അങ്ങളെ ജീവിതത്തിൽ ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പോൾ അങ്ങൾ പറഞ്ഞു, മോനെ ഇല്ല, പൊതുവെ പ്രാർത്ഥിച്ചിട്ടില്ല. പ്രാർത്ഥിക്കാറുണ്ട് എല്ലാം, പക്ഷെ പൊതുവെ പ്രാർത്ഥിച്ചിട്ടില്ല. അങ്ങനെ സഭകളൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല. ഞാനെങ്ങനെ പ്രസംഗിക്കും? അടുത്ത ആഴ്ച പ്രസംഗിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് പ്രസംഗത്തിൻ്റെ ദിവസം വന്നു. വളരെ ഭാരപ്പെട്ടു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒന്ന് ഓഫീസിലിരുന്നു. അങ്ങനെ ഇരുന്ന് കണ്ടിരിക്കുമ്പോൾ ദൈവമേ, ഞാൻ ഇന്ന് പ്രസംഗിക്കണം ആദ്യത്തെ പ്രസംഗമാണല്ലോ, എന്താ ചെയ്യുക? എനിക്ക് ഒന്നും അറിയണില്ലല്ലോ. എങ്ങനെ ഇന്നത്തെ പോലത്തെ അന്നത്തെ യൂട്യൂബ് ഒന്നും വന്നില്ലാത്ത സമയമാണ്. അന്ന് എനിക്ക് തോന്നുന്നത് 95 എന്തൊക്കെയാന്ന് തോന്നുന്നു. ആ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ജനലേക്കൂടെ ഇങ്ങനെ എൻ്റെ ഓഫീസിൽ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് നോക്കിയപ്പോൾ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു അറബി പയ്യൻ, അവൻ അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവന് 2 കൈയും ഇല്ല. ഈ 2 കൈയും അവനില്ല. ഒരു ചെറിയൊരു അവൻ്റെ ബുക്ക് മാത്രം ഇങ്ങനെ വെച്ച് ഇത് മാത്രം അവൻ പിടിച്ചു നിൽക്കുന്നു. ഇത് കണ്ടപ്പോൾ ഞാൻ ഈ എൻ്റെ ടേബിളിൻ്റെ മുകളിൽ കൈ ഇങ്ങനെ വെച്ചിരിക്കുക. എനിക്കിവിടുന്ന് ചലനശേഷി പോലും ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. ദൈവമേ, അവനൊരു രക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ അവൻ എങ്ങനെ കൈ തട്ടി ആരാധിക്കും? അവന് സാധിക്കുമോ? വേണമെങ്കിൽ അവന് കൈ പൊന്തിക്കാം, ഇത്ര വരെ പൊന്തിക്കാം. ഇത്രയേ ഉള്ളൂ കൈ. ഇത് മാത്രം കൈയല്ല, അത് മുറിഞ്ഞു പോയതെന്ന് തോന്നുന്നു, എനിക്കറിയുന്നില്ല. പക്ഷേ ഞാൻ അപ്പൻ്റെ കൈകളിലേക്ക് നോക്കി. ദൈവമേ, എനിക്ക് കൈകൾ തന്നിരിക്കുന്നു. ഈ കൈകളെ കൊണ്ട് ഞാൻ എത്രത്തോളം നിന്നെ സ്തുതിക്കുന്നു. എത്ര വലിയ സ്നേഹ കർത്താവ് നീ എന്നോട് കാണിച്ചേ. എൻ്റെ കൈകൾ 2 എനിക്കുണ്ടല്ലോ. ഞാനിതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തു? പെട്ടെന്ന് ദൈവാത്മാവ് എനിക്കൊരു വാക്യം തന്നു. യോഹന്നാൻ്റെ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 15 വാക്യം. ആരെങ്കിലും ഒന്ന് വായിക്കണേ. യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായത്തിൻ്റെ 15 വാക്യം. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. മതി. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ?
ഈ ഒരു ചോദ്യം കർത്താവ് ഇന്ന് നമ്മുടെ സഭയോട് ചോദിക്കുക, സഭയിൽ ഓരോ വ്യക്തികളോടും ചോദിക്കുക, നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഈ ഒരു ചോദ്യം നമ്മൾ 1000 പ്രാവശ്യങ്ങളിൽ ഈ പ്രസംഗം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇന്ന് ഈ മധ്യാഹ്ന സമയത്ത് കർത്താവ് ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇതിനൊരു ഉത്തരം നമ്മൾ വായിച്ചു, ഓ കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. ഇന്ന് എത്ര പേർക്ക് ഹൃദയത്തിൽ നിന്ന് പറയാൻ സാധിക്കും, ഓ കർത്താവേ, എല്ലാത്തിലും ഉപരിയായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് എത്ര പേർക്കെന്ന് പറയാൻ സാധിക്കും? ഇന്ന് പകൽക്കാലം ചിലവർക്ക് പറയാൻ സാധിച്ചെന്നിരിക്കും, ഇന്ന് ഭവനത്തിൽ പോയ ശേഷം പറയാൻ സാധിച്ചെന്നിരിക്കും, അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞ് പറയാൻ സാധിച്ചെന്നിരിക്കും. ഇതിനൊരു മറുപടി വർഷങ്ങളോളം എടുത്താലും ഇതിനൊരു മറുപടി പറയാൻ സാധിച്ചില്ലെന്നിരിക്കും. ഇന്ന് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? കർത്താവേ, നമ്മുടെ കൈകൾ ദൈവം നൽകിയിരിക്കുന്നു. എത്ര അനുഗ്രഹത്തോടെ നമ്മളെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. എത്ര നന്മകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നു. ഇന്ന് ഈ സമയത്ത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? കാരണം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടത്തിൽ കൂടി ഞാൻ കടന്നുപോയി. എൻ്റെ അനുഭവങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നു. എനിക്ക് വലിയൊരു ആത്മീയമായിട്ടുള്ളൊരു ചിലൊരു പ്രായം എനിക്കുണ്ടായിരുന്നില്ല. ആ പ്രായത്തിലിരിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ, ഞാൻ 8ലാണെന്ന് തോന്നുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ നിങ്ങൾ വാ, നമുക്കൊരു കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ട് പറഞ്ഞു, ആനക്കട്ടി എന്നുള്ള ആദിവാസികൾ താമസിക്കുന്ന സ്ഥലത്ത് പോയി അവർക്ക് വസ്ത്രങ്ങളെല്ലാം കൊണ്ടുപോയി കൊടുക്കാമെന്ന് ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, കുറേ ഡ്രസ്സുകൾ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ കളക്ട് ചെയ്തു. പല വീടുകളിലും പോയി കളക്ട് ചെയ്തു കൊണ്ടുപോയി കൊടുക്കാൻ പോയി. അങ്ങനെ ഞങ്ങൾ ആനക്കട്ടിയിൽ അങ്ങനെ വിസിറ്റ് ചെയ്ത് ഞങ്ങൾ എല്ലാ മാസവും പോകാൻ തുടങ്ങി. അങ്ങനെ ആദിവാസികൾക്കെല്ലാം വസ്ത്രം നൽകി അവർ നല്ല വസ്ത്രങ്ങൾ ഇടാൻ തുടങ്ങി. നല്ല അടുത്ത മാസവും പോകാൻ തുടങ്ങി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിച്ചു? ഞങ്ങൾ അടുത്ത പ്രാവശ്യം ഞങ്ങളുടെ സാറിനോട് പറഞ്ഞു, സാറേ ഞങ്ങൾ അവിടേക്ക് പോകുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഞങ്ങൾ ഈ ഡ്രസ്സുകളെല്ലാം മേടിക്കുന്നത് വലിയ പണക്കാരുടെ വീടുകളിൽ നിന്നാണ് മേടിക്കുന്നത്. അതെല്ലാം മേടിച്ച് നേരെ ഞങ്ങൾ ഗവൺമെൻറ് കളക്ടറിൻ്റെ ലെറ്ററെല്ലാം മേടിച്ച് ഞങ്ങൾ ആനക്കട്ടി എന്നുള്ള ആദിവാസികൾ അഗളിയുടെ അടുത്തുള്ള അവിടെ കൊണ്ടുപോയി ഞങ്ങളെ കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അടുത്ത പ്രാവശ്യം 2-3 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൊണ്ടുകൊടുക്കാൻ പോയെന്ന് നോക്കിയപ്പോൾ ഞങ്ങളുടെ വസ്ത്രങ്ങളെല്ലാം കീറിയ വസ്ത്രങ്ങളാണ്. അവരിട്ടിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ നല്ല ജീൻസും. കാരണം അവർ ഞങ്ങൾ പണക്കാരുടെ വീട്ടിൽ നിന്നാണ് ഡ്രസ്സ് മേടിക്കുന്നത്. ഞങ്ങൾക്കോ വലിയ ബസ്സിന് പോകാൻ പോലും കാശില്ലാത്ത സമയത്താണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ വസ്ത്രങ്ങളിപ്പോൾ സാറേ ഞങ്ങളിനി പോകുന്നില്ല, വളരെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. മോനെ, അവർ സന്തോഷിക്കട്ടെ, അവർ നന്നായിരിക്കട്ടെ, ദൈവം നമ്മളെ മാനിക്കും. ദൈവം നമ്മളെ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു. അങ്ങനെ പിന്നീട് കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ ആനക്കട്ടിയിൽ ട്രൈബൽ വെൽഫെയർ ട്രസ്റ്റിൻ്റെ പ്രയർ സെക്രട്ടേറിയറ്റ് എൻ്റെ 18ാമത്തെ വയസ്സിലെന്ന് തോന്നുന്നു ഞാനതിൽ സെക്രട്ടേറിയറ്റ് തീരുവാനിടയായിത്തീർന്നു. പിന്നീട് ഞങ്ങളത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ചർച്ചിലെ മർത്തോമപ്പള്ളിയിലെ 2 അങ്കിൾമാർ, CS ഫിലിപ്പങ്ങൾ, മാത്യു അങ്കിൾ, 2 പേരും ചേർന്ന് ആ സ്ഥലം, അവിടുത്തെ ആനക്കട്ടി എന്നുള്ള സ്ഥലം, അത് ട്രൈബൽ മിഷന് വേണ്ടിയിട്ട് മാറ്റുവാൻ ഇടയായിത്തീർന്നു. ആ ട്രൈബൽ മിഷൻ ആണ് പിന്നീട് നമ്മൾ അറിയുന്നത് ഡോക്ടർ മുരളീധരനെല്ലാം വന്ന് പ്രവർത്തിച്ച ആ പ്രവർത്തനം. അന്ന് അവിടെ അതിൻ്റെ ഫസ്റ്റ് പ്രയർ സെക്രട്ടറിയാണ് ഞാൻ. അന്ന് ആ ഉദ്ഘാടനം 91 തോന്നുന്നു, അത് ഉദ്ഘാടനം ചെയ്ത ശേഷം അങ്ങനെ ആ ആദിവാസികളുടെ ഇടയിൽ പിന്നീട് ദൈവം എനിക്ക് അവിടെ പ്രവർത്തിക്കാൻ പിന്നീട് ദൈവം എനിക്ക് ജോലി തന്നു. ഞാൻ അങ്ങനെ ഖത്തറിലേക്ക് വരുവാൻ ഇടയായിത്തീർന്നു. അന്ന് പിന്നീട് ശേഷമാണ് ഡോക്ടർ മുരളീധരൻ അവിടെ ചുമതലയെടുത്ത്. ഞാൻ അദ്ദേഹത്തെ പല പ്രാവശ്യം കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം മാത്രം ഞാൻ ഖത്തറിൽ വെച്ച് കണ്ടു. ഞാൻ പറയാൻ കാരണം അത് പിന്നീട് ഒരു ഹോസ്പിറ്റലായി. കല്യാണം കഴിഞ്ഞ ശേഷം ഞാനും ഫാബിയും ചേർന്ന് ആ ട്രൈബലിൽ അവിടുത്തെ മെഡിക്കൽ നേഴ്സിംഗ് ഇതിൽ ഞങ്ങൾ പോയി പങ്കെടുക്കുക, ഞങ്ങൾ കാണാനെല്ലാം പോയി ഇത് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത്, അന്ന് എൻ്റെ ഉള്ളിൽ വന്നൊരു ആഗ്രഹമാണ് പാവങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യണമെന്ന്. പാവങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരിടയിൽ പ്രവർത്തിക്കണം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, അതിനുശേഷം ദൈവം എന്നെ കുറേ വഴിയിൽ കൂടി നടത്തി. ഒരു സമയത്ത് എനിക്കിവിടേക്ക് ഖത്തറിലേക്ക് കടന്നു വരുവാൻ ദൈവം എനിക്കൊരു വഴി ഒരുക്കി തന്നു. അതിന് മുൻപ് ഞാനൊരു ചെറിയൊരു ജോലിയിൽ പ്രവേശിച്ചു. അന്ന് എനിക്കൊരു സൈക്കിളായിരുന്നു. അപ്പോൾ ആ സൈക്കിളും കൊണ്ട് ഞാൻ എയർപോർട്ടിൻ്റെ അടുത്ത് കൂടെ പോയി. അപ്പോൾ എയർപോർട്ടിൻ്റെ അടുത്ത് പോയ സമയത്ത് വലിയൊരു പ്ലെയിൻ അതിൽ കൂടെ പോകുന്നു. അപ്പോൾ ഞാൻ നോക്കി, ദൈവമേ എന്ത് നല്ല വലിയൊരു പ്ലെയിനാണ്. ഈ സൈക്കിളിലിരുന്ന് എനിക്കതിനുള്ളൊന്ന് കാണാനൊന്ന് സാധിക്കുമോ? ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ എനിക്ക് അതിനുള്ളൊന്ന് കാണണം. അപ്പോൾ ഞാൻ ചോദിച്ചു. പിന്നെ ഞാൻ എൻ്റെ സൈക്കിളിൻ്റെ ഇതൊക്കെ നോക്കിയപ്പോൾ സൈക്കിൾ ഓടിക്കുന്ന എനിക്ക് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി കാണാൻ പറ്റും എന്നുള്ളത് ഞാൻ ചിന്തിച്ച് ഭാരപ്പെട്ടു. പക്ഷെ ദൈവം
2 വർഷം കഴിഞ്ഞു, എനിക്ക് വിസ ശരിയായി. ഞാനിവിടേക്ക് ഖത്തറിലേക്ക് വന്നപ്പോൾ ഞാൻ ഈ ഫ്ലൈറ്റിൽ കയറി സൈഡിലിരുന്നു. ഇരുന്ന സമയത്ത് ഞാൻ കുറച്ച് അന്നൊന്നും എല്ലാം മറന്നുപോയി. ഞാൻ പ്രാർത്ഥിച്ചെല്ലാം മറന്നുപോയി. അപ്പോൾ അതാ ഞാൻ പറയും, നമ്മൾ പ്രാർത്ഥിച്ചു മറന്നുപോകും, പക്ഷെ ദൈവം മറക്കില്ല. ആ ദൈവം എന്ത് ചെയ്തു? ഞാൻ നോക്കിയപ്പോൾ ആ സ്ഥലത്ത് ഞാൻ സൈക്കിളിൽ നിന്ന് അന്ന് ഞാൻ ആഗ്രഹിച്ചത് അതിൻ്റെ ഉള്ളിലൊന്ന് കാണണമെന്ന്. ദൈവം എന്നെ എൻ്റെ ഉള്ളിൽ യാത്ര ചെയ്യാൻ ദൈവം എനിക്ക് അവസരം തന്നു. ഞാൻ കരഞ്ഞപ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു വലിയ പണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. ആ മനുഷ്യനോട് ചോദിച്ചു, എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. ആദ്യമായിട്ടാണോ യാത്ര ചെയ്യുന്നതെന്ന് ചോദിച്ചു. അതെ, ഞാൻ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നതുകൊണ്ട് ഞാൻ കരയാൻ തുടങ്ങി. പുള്ളി പറഞ്ഞു, പേടിക്കണ്ട, ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ മാത്രം കുറച്ച് പ്രയാസം ഉണ്ടാവുള്ളൂ, അതിനുശേഷം ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയാൻ കാരണം, ഞാൻ കരഞ്ഞത് അതിനല്ല, ഞാൻ മറന്നുപോയി. മറക്കാത്തൊരു ദൈവം എന്നെ കൊണ്ടുവന്നു. ആ ദൈവം എന്നെ ഇവിടെ മാത്രമല്ല 10-35 രാജ്യങ്ങളിലേക്ക് ദൈവം എന്നെ പല സ്ഥലങ്ങളിലേക്കായി കൊണ്ടുപോയി ദൈവം എന്നെ നടത്തിക്കൊണ്ടുവന്നു. ഞാൻ പറയാം, നമ്മൾ ഒരു വാക്കാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നുള്ളൂ. സൈക്കിൾ നോക്കണ്ട, ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കണ്ട. ദൈവം പ്രവർത്തിക്കാൻ വിശ്വസ്തനാ. ദൈവത്തിൻ്റെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ദൈവം ആരാ? ഈ ദൈവത്തെ നമ്മൾ കുറച്ചായി കാണുന്നുണ്ട്. നമ്മുടെ ഭാരം വലിയതും ദൈവം ചെറിയതാക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കാത്തത്. വലിയവനെ വലിയ സ്ഥാനത്ത് തന്നെ നിർത്തുക. നിങ്ങളുടെ ഭാരങ്ങളെല്ലാം ഏൽപ്പിച്ചു കൊടുക്കുക. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ എന്നരിലേക്ക് കടന്നൊരു ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞതാ. ആ വാക്ക് നമ്മൾ വിശ്വസിക്കുന്നില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കാത്തത്. ഈ ദിവസങ്ങളൊന്ന് വിശ്വസിക്കണം. അങ്ങനെ ഞാൻ ഖത്തറിലേക്ക് കടന്നു വന്ന സമയത്ത് എനിക്കുണ്ടായൊരു അനുഭവമാണ്. അവിടെ വന്നപ്പോൾ മർത്തോമ്പള്ളിയിൽ നിന്ന് എൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു ലെറ്റർ കൊടുത്തയച്ചു. കാരണം ഞാൻ ഒരു അൽമായ ശുശ്രൂഷനാണ് മർത്തോമ്പള്ളിയിൽ. അപ്പോൾ അച്ഛൻ കൊടുത്തയച്ചു, വിനു ഈ ലെറ്റർ കൊണ്ട് ഖത്തറിലുള്ള മർത്തോമ്പള്ളിയിൽ അച്ഛന് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ നേരെ കൊണ്ടേ കൊടുത്തു. കാരണം ഞാൻ നോക്കിയില്ല എന്താ എഴുതിയിരിക്കുക, നമുക്ക് കവർ ചെയ്തിട്ടുള്ള ലെറ്ററല്ല. കൊടുത്തു, ഞാൻ വിട്ടു. നോക്കിയപ്പോൾ എഴുതിയിരിക്കുകയാണ്, ഈ വരുന്ന വ്യക്തിയെ ഒരു കാരണത്താലും വിട്ടുകളയരുത്. നമ്മുടെ സഭയ്ക്ക് നാളത്തെ ഒരു സന്നദ്ധ സുവിശേഷ സംഘത്തിനോ അല്ലെങ്കിൽ നാളത്തെ ഒരു നമുക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയാണിത്. അതുകൊണ്ട് ഈ പയ്യനെടുത്ത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കൊടുത്തയച്ചു. എന്നെ അവിടെ തൽമായ ശുശ്രൂഷനാക്കി. ഞാൻ 7 വർഷം തൽമായ ശുശ്രൂഷനായിരുന്നു മർത്തോമ്പള്ളിയിൽ. അപ്പോൾ തിരുമേനിമാരും ഇവരെല്ലാം വന്ന് ശുശ്രൂഷിക്കുമ്പോൾ ഞാനാണ് ആ ശുശ്രൂഷ ചെയ്യാൻ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ എനിക്ക് ഒരു ദിവസം ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തിരുമേനി പ്രകാരം പ്രസംഗിച്ചു. ഫസ്റ്റ് കമൻ്റ് എടുക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ കൊച്ചു കുട്ടികളായിരുന്നു. അന്ന് നിങ്ങൾക്ക് അറിവില്ലായിരുന്നു, ഇന്ന് നിങ്ങൾക്ക് അറിവുണ്ട്. അന്ന് നിങ്ങൾക്ക് അറിവില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി ഏറ്റുപറഞ്ഞു, സാത്താനെ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു, യേശുവിനെ ഞാൻ സ്വീകരിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് അറിവുണ്ട്, നിങ്ങൾ ഏറ്റുപറയണമെന്ന് പറഞ്ഞു. ഇത് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. മർത്തോമ സഭയല്ലാതെ വേറൊന്നും ചിന്തിക്കാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. ഇതെൻ്റെ ഉള്ളിൽ വലിയൊരു ഭാരം വന്നു. കർത്താവേ, ഞാൻ അറിവില്ലാതിരുന്നപ്പോൾ എനിക്ക് എന്തിനിങ്ങനെ ഒരു മാമോദീസ നൽകി എന്ന് ഞാൻ ചോദിക്കാനിടയായി തീർന്നു. അന്ന് മുതൽ ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. കർത്താവെ, ബൈബിളിൽ എനിക്ക് കാണിച്ചു തരണം എന്താ സ്നാനം എന്ന്. അങ്ങനെ ദൈവം എനിക്ക് സ്നാനത്തെക്കുറിച്ച് പറഞ്ഞു തന്നു. ആ സ്നാനം ബൈബിളിൽ ശിശു സ്നാനം എന്നൊന്നും ഒന്നുമില്ല, മുതിർന്ന സ്നാനം ബൈബിളിൽ കാണുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചപ്പോൾ ഈ പെന്തക്കോസ്തുകാർക്കും എടുക്കുന്ന സ്നാനം എന്താണെന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പിന്നീട് വായിച്ചു കഴിഞ്ഞപ്പോൾ മർക്കോസ് 16:14 പറയുന്നു, വിശ്വസിക്കും സ്നാനമേൽക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഇന്നിവിടെ ആരെങ്കിലും സ്നാനപ്പെടാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിശ്വസിക്കുക, സ്നാനമേൽക്കുക, ഇനി താമസിക്കരുത്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ദൈവം എന്നൊരു വിഷയം എനിക്ക് ദൈവം ചെയ്തു. ഞാൻ ഈ ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു, ബ്രദർ, ഇന്നിവിടെ ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ട്. എന്താ പ്രാർത്ഥന? അവിടെ 2-3 പേർക്ക് അവർ കാത്തിരിക്കുക, ഉപവാസമെടുത്ത്. എന്താ ചെയ്യുന്നത്? 3 ദിവസമായിട്ട് ഉപവാസമെടുത്തിട്ട് അവർ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുകയാണ്. എന്തിനാണ്? അവർക്കൊരു പുതിയൊരു ഭാഷ കിട്ടും. പുതിയ ഭാഷയോ? അപ്പോൾ എന്ത് ഭാഷയോ അത്? അപ്പം ഞാൻ ചോദിച്ചു, ഇങ്ങനെ ദൈവം സ്വർഗത്തിന് ഇറക്കിത്തരും, തീ ഇറക്കിത്തരും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് ഈ ഭാഷ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ഭാഷ വേണ്ട. അത് ബന്ധോസാരുടെ ഭാഷയാണോ? അതെ, അതെനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു? അന്ന് രാത്രി ഞാൻ എന്നോട് പറഞ്ഞു, വിനുബാർന്ന് വന്ന് നോക്ക്. അപ്പോൾ എന്താണെന്നറിയോ, 3 പേര് ഭക്ഷണമില്ലാതെ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അതിശയം. കാരണം ഞങ്ങളുടെ പള്ളിയിൽ വെള്ളിയാഴ്ച മാത്രം 2 മണി വരെയാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കാറുള്ളൂ. പക്ഷേ ഇന്ന് ഈ 2 മണിക്ക് ശേഷം ഈ 3 ദിവസം ഉപവാസം എടുത്തിരിക്കുന്നവരെ കാണുമ്പോൾ വലിയൊരു പ്രയാസം എനിക്ക്. ഞാൻ വേഗം അവരെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ എന്നൊരു മനസ്സിൽ തോന്നി, ദൈവമേ, ഭക്ഷണം കഴിക്കാതെ പോയാൽ ചിലപ്പോൾ എനിക്ക് ഈ ഭാഷ കിട്ടുമെന്ന് പേടിച്ച് അന്ന് വയറ് നിറച്ച് ഞാൻ ഭക്ഷണം കഴിച്ച് ഞാൻ ആ മീറ്റിങ്ങിന് പോയി. അന്ന് ആ മീറ്റിങ്ങിന് പോയി ഞാൻ ഏറ്റവും പുറകെ ഇരുന്ന സമയത്ത് ഈ മുൻപിലിരിക്കുന്ന ദേവദാസൻ പറഞ്ഞു,
പെട്ടെന്ന് ഏതൊരു ഫാമിലി അതിന് ശേഷം വന്നു. അവർ പറഞ്ഞപ്പോൾ അവർ പറയാ, മുന്നോട്ട് വാ ബ്രദർ, ഇരിക്കുന്ന ബ്രദർ മുന്നോട്ട് വാ, ഇവിടെ വന്നിരിക്കുന്നു പറഞ്ഞു. ഞാനാണെങ്കിൽ ആരും കാണാതെ ഒളിച്ചിരിക്കുകയായിരുന്നു. കാരണം ഞാനൊരു അൽമായ ശുശ്രൂഷനാണ്, ഇങ്ങനെ മീറ്റിങ്ങിലൊന്നും പോകാൻ പാടില്ലല്ലോ. അവർ വിളിച്ചപ്പോൾ ഞാൻ നേരെ ഫ്രണ്ടേ വന്നു, നേരെ വന്ന് ഇവിടെ വന്നിരുന്നു. എൻ്റെ ആഗ്രഹം എന്തായിരുന്നു, ഒരു CID പോലെ ഈ 3 ദിവസം ഉപവാസം എടുത്തിരിക്കുന്നവർക്ക് എങ്ങനെയാണ് ഈ ഭാഷ ഇറങ്ങി വരുന്നത്, ഇതെന്ത് ഭാഷയാണ്, ഏത് രീതിയിലുള്ള ഭാഷയാണെന്ന് കേൾക്കാൻ വേണ്ടി, കാണാൻ വേണ്ടി മാത്രം ഞാൻ പോയതാണ്. പക്ഷേ ദൈവം അവിടെ അത്ഭുതം ചെയ്തു. ഞാൻ അവിടെ നിന്ന് നോക്കുമ്പോൾ യേശുവിൻ്റെ രക്തം ചെയ്യുന്ന എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. പെട്ടെന്ന് എന്താ സംഭവിക്കുന്നത്, അവിടെ ആർക്കൊന്നും കിട്ടുന്നില്ല. വീണ്ടും ഞാൻ കണ്ണടയ്ക്കാൻ പറഞ്ഞു, ഞാനും കണ്ണടച്ചു. വീണ്ടും ഞാൻ നോക്കിയപ്പോൾ ശബ്ദം വന്നു. ഞാൻ കണ്ണുറന്ന് നോക്കിയപ്പോൾ ഇവർ രണ്ടുപേർക്കും ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഈ ദേവദാസൻ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, സഹോദര ഇങ്ങനെ കണ്ണ് തുറക്കല്ലേ, നീ ഇങ്ങനെ കണ്ണ് തുറക്കുന്നു, സഹോദരൻ കണ്ണ് തുറക്കുന്നതുകൊണ്ടാണ് ഈ ഉപവാസത്തിലിരിക്കുന്നവർക്ക് അഭിഷേകം കിട്ടാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ കാരണം ഇവർക്ക് അഭിഷേകം കിട്ടാതിരിക്കില്ലേ. ഞാനാണെങ്കിൽ വയ നിറച്ച് കഴിച്ചു വന്നവന് ഒരല്പം പോലും സ്ഥലമില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഭാഷ വേണ്ടതാനും മർത്തോമ സഭ വിട്ട് പോകേണ്ടതാനും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നേരെ കണ്ണടച്ചിരുന്നു പ്രാർത്ഥിച്ചു. അങ്ങനെ വീണ്ടും ശക്തി വന്നപ്പോൾ വീണ്ടും ഇതുപോലെ ശക്തി വന്നപ്പോൾ എൻ്റെ മനസ്സിൽ കണ്ണ് തുറക്കണോ വേണ്ടേ, കാരണം ഞാൻ തുറന്നാൽ ഇനി അവർക്ക് കിട്ടാതിരിക്കുമോ നോക്കി. പിന്നീട് നോക്കിയപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ വയ്യ, ഞാനൊരു പന്ത് പോലെ തുള്ളിച്ചാടുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവർക്ക് ഉപവാസം ഇരിക്കുന്ന 3 ദിവസം ഉപവാസം ഇരിക്കുന്നവർക്ക് അഭിഷേകം കിട്ടിയില്ല. CID പോലെ കാണാൻ പോയി എനിക്ക് അഭിഷേകം തന്നു. ഈ അഭിഷേകം കിട്ടിയത് മുതൽ ഇന്ന് വരെ ദൈവം എന്നെ അതിശയമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ അഭിഷേകം വേണം. നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവം നിങ്ങൾക്ക് തരും. ഒന്നുമില്ലാതെ ആഗ്രഹമില്ലാതെ പോയവനെ ദൈവം എനിക്ക് അഭിഷേകം തന്നു. ഈ അഭിഷേകം കിട്ടിയ ശേഷം എൻ്റെ ജീവിതം മാറുവാനിടയായി തീർന്നു. എനിക്ക് നന്മകൾ ദൈവം തരുവാനിടയായി തീർന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, എത്ര പേര് സ്നാനപ്പെട്ടവരുണ്ട്, എത്ര പേര് അഭിഷേകം പ്രാപിച്ചവരുണ്ട്? ഈ ദിവസങ്ങളിൽ എല്ലാം മാറ്റിവെച്ച്, എൻ്റെ കർത്താവെ എനിക്ക് അഭിഷേകം തരണേ, എൻ്റെ കർത്താവെ എന്നെ അനുഗ്രഹിക്കണം, നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ പലരും സ്നാനപ്പെട്ടവരുണ്ടായിരിക്കാം, ചിലർ നിങ്ങളിൽ പലരും അഭിഷേകം പ്രാപിച്ചവരുണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ സഹോദരങ്ങൾ, മാതാപിതാക്കൾ ഇന്നും അഭിഷേകം പ്രാപിക്കാതെ ഇരിക്കുന്ന പലരുടെയും മാതാപിതാക്കൾ ഉണ്ടായിരിക്കാം. ഇന്നൊരു തീരുമാനമെടുക്കണം. എൻ്റെ ദൈവമേ, എൻ്റെ മാതാപിതാക്കൾ സ്നാനപ്പെട്ടിട്ടില്ല, എൻ്റെ സഹോദരങ്ങൾ സ്നാനപ്പെട്ടിട്ടില്ല. ഇന്ന് നിങ്ങൾ വൈകരുത്. ഇന്ന് ഈ സുവിശേഷം പറയാൻ നിങ്ങൾ വൈകും തോറും പലപ്പോഴും പലരും ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, മാതാപിതാക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, അവർ പോകുന്ന മർത്തോമ സഭയിലും അവർ പോകുന്ന യാക്കോബ സഭയിലും മറ്റും സമുദായത്തിലും അവരെ സന്തോഷിപ്പാൻ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ സത്യം മനസ്സിലാക്കി നമ്മൾ പോകുന്ന സ്ഥലം എവിടെയാണ്, അവർ പോകുന്ന സ്ഥലം എവിടെയാണ് നിങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ, അവരോട് സ്നേഹമുണ്ടെങ്കിൽ നമുക്കത് വേർതിരിക്കാൻ സാധിക്കില്ല. ഈ ദിവസം ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മാതാപിതാക്കൾ നരകത്തെ പോകരുത്. എനിക്ക് ആ ഒരു ഭാരം കൊണ്ട് ഞാൻ അതിനു വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ പിതാവ്, ഞാൻ സ്നാനപ്പെടുന്ന സമയത്ത് എൻ്റെ പിതാവ് പറഞ്ഞു, എൻ്റെ മകൻ മരിച്ചുപോയി, ഇനി എനിക്കൊരു മകനില്ല. അപ്രകാരം പറഞ്ഞ് എൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ 10 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പിതാവ് സ്നാനപ്പെടുവാനിടയിൽ തീർന്നു. എൻ്റെ മാതാവിനും പിതാവും ഇപ്പോഴവർ നിത്യയിൽ വിശ്രമിക്കുന്നു. പക്ഷേ അവർക്കൊരു അടക്കാരാധന ലഭിച്ചു, അനുഗ്രഹിക്കപ്പെട്ട അടക്കാരാധന. ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താ അറിയോ, വൈകിക്കല്ലേ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഉള്ളൊരു ഭാരമുണ്ടായിരിക്കണം. എൻ്റെ സഹോദരങ്ങൾ, രക്ഷിക്കപ്പെടാത്തവർ ഈ ദിവസങ്ങൾ രക്ഷിക്കപ്പെടുവാൻ, കർത്താവെ ഞാൻ ഒന്നും നോക്കാൻ പോകുന്നില്ല, ഞാൻ അവരെ രക്ഷയിലേക്ക് കൊണ്ടുവരും എന്നുള്ളൊരു തീരുമാനമെടുപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കണം. ഇന്ന് ഹല്ലേലൂയ, എനിക്ക് 5 മിനിറ്റ് കൂടി ഞാൻ സമയമെടുക്കുന്നു. ഹല്ലേലൂയ, ഈ നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും നമ്മൾ എപ്രകാരം സൂക്ഷിക്കുന്നു? ആരെങ്കിലും ഒന്ന് വായിക്കണം. എന്തുകൊണ്ടാണ് ദൈവം നമ്മളെ ശുശ്രൂഷയ്ക്കെടുത്ത് ഉപയോഗിക്കാത്തത്? എന്തുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കാത്തത്? പത്രോസിന്റെ ജീവിതത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 5:8 ഒന്ന് വായിച്ചു നോക്കിയേ. യേശുവിന്റെ കാൽക്കൽ വീണു, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. മതി. ഇന്ന് ആ പത്രോസിനെ എടുത്ത് ഉപയോഗിക്കാനുള്ള ഒരേ ഒരു കാരണം, പത്രോസ് തനിക്ക് ലഭിച്ച വലിയ മീൻകൂട്ടം കണ്ട്, കർത്താവ് എപ്പോഴേലും വരുമ്പോൾ ഇതീ കിടന്ന് വരണേ, എനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ എൻ്റെ അരിലേക്ക് വരണേന്നല്ല പത്രോസ് പറഞ്ഞത്. എന്ത് പത്രോസ് പറഞ്ഞു? കർത്താവെ, ഞാൻ പാപിയായ മനുഷ്യൻ, എന്നെ വിട്ട് പോകണമേ. ഇന്ന് എത്ര പേർക്ക് കർത്താവിൻ്റെ കാൽപാദത്തിൽ ഒന്ന് വീണ്, കർത്താവെ എന്നെ വിട്ടു പോകണമേ, എൻ്റെ കർത്താവെ ഞാൻ പാപിയായ മനുഷ്യൻ, കാരണം എത്രയോ നന്മകൾ ഞാൻ പ്രാപിച്ചു, ഒന്നും ചെയ്യാത്തവനായി ഞാൻ ഇരിക്കുന്നു. ആ പത്രോസിനെ പോലെ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ കർത്താവ് ഈ ദിവസങ്ങൾ നമ്മൾ എടുത്ത് ഉപയോഗിക്കും. ഈ പത്രോസാണ് 2 പത്രോസ് 1:1 ഒന്ന് വായിച്ചു നോക്കിയ.
2 പത്രോസ് 1:1. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. അതെ, അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് ആരാ എഴുതുന്നേ? ഒരു യോഗ്യതയില്ലാതിരുന്ന, ഒരു മുക്കുവനായ, ഒരു കഴിവുമില്ലാത്ത ഒരു ശീമോനെ ദൈവം എടുത്ത് മാറ്റി ആ ശീമോന്റെ പത്രോസിന്റെ ലേഖനമാണ് ഈ ലേഖനം. നമ്മൾക്ക് അറിയാം, പത്രോസ് മരിക്കാൻ പോകുന്നതിന് മുൻപ് എഴുതിയ ലേഖനമാണ്. 2 ലേഖനങ്ങളാണ് മരിക്കുന്നതിന് മുൻപ് എഴുതിയിരിക്കുന്നത്. ഒന്ന് തിമോത്തിയോസിന്റെ 2-ാം ലേഖനം, അത് പൗലോസ് മരിക്കാൻ പോകുന്നതിന് മുൻപ് എഴുതി. രണ്ടാമത് പത്രോസിനെ കൊല്ലാൻ കൊണ്ടുവന്നതിന് മുൻപ് എഴുതിയ ലേഖനമാണ് ഈ 2 പത്രോസ്. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കാം, പത്രോസിന് തലകീഴായി നമ്മളത് വായിക്കുന്നുണ്ട്. എങ്കിൽ ആ പത്രോസിൻ്റെ വാക്കുകൾ 1 മുതൽ 10 വരെ നിങ്ങളത് എടുത്ത് വായിക്കുമ്പോൾ വളരെ വ്യക്തമായി കാണുന്നു. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് പോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. ആ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് വേണ്ടി പത്രോസ് എഴുതുന്നത് നിങ്ങളത് വായിക്കണം. 1 മുതൽ 10 വരെ വായിക്കുമ്പോൾ അതിൻ്റെ 10-ാമത്തെ വാക്യം ഒന്നുകൂടി വായിച്ചു. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. അതെ, ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മൾ എന്തിനാ വിളിച്ചിരിക്കുന്നത്? ഒരു ഞായറാഴ്ച ആരാധന കൂടി വരുവാനാണോ? ജസ്റ്റ് ഒരു ആരാധന കൂടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീറ്റിംഗ് കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് പങ്കെടുത്ത് പോകാനാണോ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്? ഈ ദിവസങ്ങളിൽ കർത്താവ് എന്തിനാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്? ആ വിളിക്കൊത്തവണ്ണം നിൽക്കാനായി ഈ ദിവസങ്ങളിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. വിളിയും തെരഞ്ഞെടുപ്പും. എന്തിനാ കർത്താവ് വിളിച്ചിരിക്കുന്നത്? കർത്താവെ, നീ എന്തിനെ വിളിച്ചിരിക്കുന്നു ഒന്ന് ചോദിക്കാൻ നമുക്ക് സാധിക്കണം. അതെ, ഞാൻ ഒരു വാക്യം എന്നെ ഈ 2 ദിവസങ്ങളിലായിട്ട് എന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയമാണ്. ഒന്ന് ദേവദാസൻ പറഞ്ഞു, ഒന്ന് കർത്താവിൻ്റെ ദാസനും പറഞ്ഞു. ഹല്ലേലൂയ. ഒരു വാക്യം എന്നെ ചിന്തിപ്പിച്ചത് 1 രാജാക്കന്മാർ 19:20. അവൻ കാളയെ വിട്ട് ഏലിയാവിന്റെ പിന്നാലെ ഓടി. ഞാൻ എൻ്റെ അപ്പനെയും അമ്മയും ചുംബിച്ചു കൊള്ളട്ടെ, അതിന്റെ ശേഷം ഞാൻ നിന്റെ പിന്നാലെ വരാം എന്ന് പറഞ്ഞു. അതിന് അവൻ, പോയി വരിക, എന്നാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്ക എന്ന് പറഞ്ഞു. ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്ക എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവം തന്നൊരു ആലോചനയാണ്. ഇതെല്ലാം നമ്മൾ എത്രയോ കേട്ടിട്ടുള്ളതാണ്. നമുക്കറിയാം എവിടെ പോയിട്ടുണ്ട്. നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി നമുക്കറിയാം. ഗിൽഗാലിൽ കൊണ്ടുപോയി, പിന്നീട് ഏരിയോമിൽ കൊണ്ടുപോയി, എല്ലാം നമുക്ക് ബഥേലിൽ കൊണ്ടുപോയി, പിന്നെ യോർദാനിൽ ഇതെല്ലാം നമുക്കറിയാം. പക്ഷേ ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ള പ്രസംഗങ്ങളാണ്. പക്ഷെ ഒരു വാക്ക് ദൈവാത്മാവ് എന്നോട് ഇടപെട്ടത്, ഈ ഏലിയാവ് വന്ന് എലീശയെ വിളിച്ചില്ലായിരുന്നെങ്കിൽ, ഈ വിളിച്ചപ്പോൾ എലീശ അത് അനുസരിച്ചില്ലായിരുന്നു എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു അവൻ്റെ ജീവിതത്തിൽ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. വർഷങ്ങളോളം അവൻ 12 കാളകളെയും കൂട്ടി ഉഴുതുകൊണ്ടിരിക്കുന്ന അവൻ്റെ ജീവിതത്തിൽ 10, 24 അല്ലെങ്കിൽ 100 കണക്കിന് കാളകളെയും കൊണ്ട് അവൻ ഒഴിച്ച് നടന്ന് അവൻ്റെ അന്ത്യം സംഭവിച്ചേനെ. പക്ഷേ ദൈവം അവനെ വിളിച്ചത് എന്തിനാണെന്നറിയോ? ഏലിയാവ് ചെയ്തതിൻ്റെ ഇരട്ടി ശുശ്രൂഷ ചെയ്യുവാനാണ് വിളിച്ചിരിക്കുന്നത്. ഇന്ന് നിങ്ങളെ ദൈവം, നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത് ഇരട്ടിയായ ശുശ്രൂഷ ചെയ്യുവാനാണ്. ഈ സഭ അതിനുള്ളൊരു സഭയാണ്. ഈ സഭ കമ്മിറ്റി ഇല്ലാത്തൊരു സഭയാണ്, ജനറൽ ബോഡി ഇല്ലാത്തൊരു സഭയാണ്, ഒരു അധികാരമോഹമില്ലാത്ത സഭയാണ്. ഈ സഭയിൽ അംഗങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അംഗങ്ങളെല്ലാം സുവിശേഷ വേലയ്ക്ക് വേണ്ടി പല സ്ഥലങ്ങളിലും പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് ഈ സഭ. ഈ സഭയിൽ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പ്രകാരം നമ്മുടെ സഭയിൽ വിശ്വാസികളല്ല ആവശ്യം, നമ്മുടെ സഭയിൽ സുവിശേഷകരെ ആവശ്യം. ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ദൈവമേ എന്നെ വിളിച്ചിട്ടുണ്ടോ? കർത്താവെ എന്നെ വിളിച്ചിട്ടുണ്ടോ? എൻ്റെ വിളിക്കൊത്തവണ്ണം ഞാൻ നിൽക്കുന്നുണ്ടോ? ആ വിളിയും തെരഞ്ഞെടുപ്പും അത് നമ്മൾ നോക്കണം. ഇന്ന് രാത്രി, ഇന്ന് ഈ സമയത്ത്, വൈകിയ സമയത്ത് ആ എലീശയെ വിളിച്ചതുകൊണ്ട്, എലീശ അതനുസരിച്ചതുകൊണ്ട് അവൻ വലിയ പ്രവർത്തികൾ ചെയ്യുവാനിടയായി തീർന്നു. നമ്മളെയും ദൈവം വിളിച്ചിട്ടിരിക്കുന്നു. നമ്മളും ഇന്ന് ചെയ്യുവാൻ സാധിക്കാതെ
നമുക്ക് ആ കർത്താവ് ഏൽപ്പിച്ചുള്ള ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കാതെ നമുക്കൊന്നിനും എനിക്ക് പറ്റുന്നില്ലല്ലോ, എനിക്ക് സാധിക്കുന്നില്ലല്ലോ, ചെയ്യാൻ നോക്കുമ്പോൾ പ്രശ്നങ്ങൾ, ചെയ്യാൻ വരുമ്പോൾ ജോലി സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ, അങ്ങനെ ആ പ്രവൃത്തി ചെയ്യാൻ വരുമ്പോൾ വേറെ പ്രശ്നങ്ങൾ, കടഭാരങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കുഞ്ഞുങ്ങളെ ഓർത്തുള്ള ഭാരങ്ങൾ, മാതാപിതാക്കളെ ഓർത്തുള്ള ഭാരങ്ങൾ, ഒന്നിന് പിറകെ ഈ പ്രശ്നങ്ങൾ കടന്നു വന്ന് ഒരു വേലയും ചെയ്യുവാൻ സാധിക്കാതെ, നമുക്കൊരു പ്രവൃത്തിയും ചെയ്യാൻ സാധിക്കാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് ദൈവം നമ്മളെ എഴുന്നേൽപ്പിക്കണം. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്, എന്നെ വിളിച്ചിരിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും ഒരു മിനിറ്റ്, സമയമില്ലാത്തതുകൊണ്ടാണ്, പ്രൈസ് ദി ലോർഡ്, എനിക്ക് അങ്ങനെ പ്രസംഗിച്ച് പരിചയമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ദൈവാത്മാവ് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്താ എന്നോട് സംസാരിച്ച വാക്ക്? എലീശ വട്ടം കറങ്ങിയിരിക്കേണ്ട ഒരു മനുഷ്യനെ ദൈവം അവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്നു. എത്ര കുടുംബങ്ങളിൽ നിന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. സത്യം മനസ്സിലാക്കി കൽപ്പന അനുസരിച്ച് മുന്നോട്ട് കടന്നു വന്ന് കർത്താവിന് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യുവാൻ സാധിക്കാതെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഓരോ കുടുംബത്തെയും ദൈവം എന്ന് വിളിക്കുന്നു. സ്തോത്രം. നീ ഇരിക്കുന്ന അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണം. ഈ അവസ്ഥ പോരാ, ദൈവം ഒരു മാറ്റം തരാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. വിശ്വാസമുണ്ടെങ്കിൽ പറയുക, കർത്താവേ ഇതാ ഞാൻ റെഡി ആയിരിക്കുന്നു. ഇന്ന് നാളേക്ക് മാറ്റിവെക്കാതെ ഇന്ന് തന്നെ പറയണം, കർത്താവേ ഞാൻ ഇറങ്ങി വരുന്നു, നിനക്ക് എന്നെ ഉപയോഗിക്കാൻ സാധിക്കുമോ? ഇന്ന് പറയണം, ദൈവമേ ഞാനിതാ തയ്യാറായിരിക്കുന്നു. അടിയനിതാ ഏൽപ്പിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി വരുവാൻ പോകുന്നു. ഇനി നിങ്ങൾ ഇരിക്കുന്ന അവസ്ഥയിലല്ല, ദൈവം ഒരു വലിയ പ്രവൃത്തി ചെയ്യുവാൻ പോകുന്നു. ഈ UAE-യിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു, എന്നെയും കൊണ്ടുവന്നിരിക്കുന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്തിരിപ്പാനല്ല, ഒരു സ്ഥലത്ത് ഒതുങ്ങിക്കൂടുവാനല്ല, ഇറങ്ങി തിരിക്കണം, ഇറങ്ങി പ്രവർത്തിക്കണം. ദൈവത്തറിയാത്തൊരു മനുഷ്യനാ ഞാൻ. ദൈവം ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചെങ്കിലും സത്യം എന്തെന്നറിയാതെ ജീവിച്ചവൻ. ദൈവം എന്നെ അനുഗ്രഹിച്ചപ്പോൾ, ദൈവം എന്റെ ജീവിതത്തിൽ ഇറങ്ങി വന്നപ്പോൾ ഈ പുസ്തകം ഞാൻ തലയിലെടുത്ത് വെക്കാനിടയായി തീർന്നു. ഈ പുസ്തകം എന്നെ ചുമന്നു, ഇത്രത്തോളം എന്നെ നടത്തി. ഒരു നേരത്തിന് ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുന്ന എനിക്ക് എത്ര പേർക്ക് ഭക്ഷണം എടുക്കാൻ സാധിച്ചു? ആഫ്രിക്കയുടെ രാജ്യങ്ങൾ കടന്നു പോകാൻ ദൈവം എന്നെ സഹായിച്ചു. 135 കുഞ്ഞുങ്ങളെ എടുത്തു വളർത്താൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയുന്നു, ദൈവം വിളിച്ചെങ്കിലേ മടി കൂടാതെ മുന്നോട്ട് വരുന്ന ദൈവമേ, കുടുംബമേ, നിന്റെ അവസ്ഥയിൽ ദൈവം മാറ്റം വരുത്തും. ഒരു സമയം എഴുന്നേറ്റ് നിൽക്കാം, ഒരു അല്പം മിനിറ്റ്. നിങ്ങളുടെ കൈകളിലേക്ക് എല്ലാവരും നോക്കി. നിങ്ങൾ രണ്ട് കൈകളിലേക്ക് നിങ്ങളുടെ കൈകളിലേക്ക് നോക്കി. എല്ലാ പുസ്തകങ്ങളും ബൈബിളും എല്ലാം മാറ്റി വെച്ചു. നിങ്ങളുടെ കൈകളിലേക്കൊന്ന് നോക്ക്. ഈ കൈകളിൽ ഈ കൈകളിലേക്ക് നിങ്ങളൊക്കെ ഒന്ന് നോക്ക്. എത്ര നന്മകൾ ഞാൻ ഈ കൈ കൊണ്ട് പ്രാപിച്ചിട്ടുണ്ട്. ഈ കൈകളിലല്ലേ ദൈവം അനേകം നന്മകൾ നൽകിയത്. ഭാര്യയെ തന്നു, ഭർത്താവിനെ തന്നു, കുഞ്ഞുങ്ങളെ തന്നു. ഈ കൈകളിലാണ് നമ്മളത് എടുത്തത്. ജോലിയിൽ കയറിയപ്പോൾ ശമ്പളം തന്നു, ഓഫർ ലെറ്റർ തന്നു, പാസ്പോർട്ട് തന്നു, വിസ തന്നു. ഈ കൈകളെ കൊണ്ടാണ് നമ്മൾ നേടിയത്. ഇന്ന് രാത്രി, ഇന്ന് ഈ സമയത്ത് ദൈവാത്മാവ് പറയുന്നു, നിന്റെ കൈകളിലേക്ക് നോക്കുക. ഞാൻ എന്തിനെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? ഈ കൈകളെ കൊണ്ട് നീ എന്തു ചെയ്യുന്നു? നിനക്ക് ചെയ്ത നന്മകൾ, നിനക്ക് തന്ന ഭാര്യ, നിനക്ക് തന്ന കുഞ്ഞുങ്ങൾ, നിനക്ക് തന്ന ജോലി, ഭവനം, സകലവും ഞാനല്ലേ നിനക്ക് തന്നത്. ഇന്ന് ദൈവം ചോദിക്കുന്നു, പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ഇത്രയും ആരോഗ്യമുള്ള എന്റെ പൈതലേ, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? നിന്റെ കൈകളിലേക്ക് നോക്കുക. കർത്താവേ, ഞാൻ കുറവുള്ളവനാണപ്പാ, ഞാൻ പാപിയായ മനുഷ്യനാണ്, എന്നെ വിട്ടു പോണമേ എന്ന് പത്രോസ് പറഞ്ഞതുപോലെ ഇന്ന് പറയുവാൻ എത്ര പേര്. എന്റെ ദൈവമേ, എന്നെ എടുത്തുപയോഗിക്കണമേ. എന്റെ കർത്താവ്, ഈ കൈകളെ കൊണ്ട് അനേക നന്മകൾ ഞാൻ വാങ്ങിച്ചു കർത്താവേ, അനേക നന്മകൾ ഞാൻ പ്രാപിച്ചു കർത്താവേ, അനേക കാര്യങ്ങൾ ഞാൻ ചെയ്തു. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തു, നിനക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ല കർത്താവേ.
ഇപ്പോഴിതാ ഞാൻ സമർപ്പിക്കുന്നു. ഇപ്പോൾ എന്നെ തന്നെ ഞാനിതാ സമർപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾ സമർപ്പിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ഒരു വ്യക്തിക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരമേ, ആ കൈകളിലേക്ക് നോക്കി, കർത്താവ് ഇന്ന് മുതൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും, നിനക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുമെന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. സ്തോത്രം. 2 നിമിഷം എല്ലാവരും ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്നു നീ ഒരിക്കൽ കൂടി ദൈവവിളി കേട്ടല്ലോ, രക്ഷിതാവു സ്നേഹത്തോടെ കാത്തിരിക്കുന്നുണ്ടല്ലോ. ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാൻ